പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഷീബ ടീച്ചർ. നമ്മൾ ഹോങ്കോങ് യാത്ര തുടരുകയാണ്. ഹോങ്കോങ് ഇൻ്റർനാഷണൽ കോൺഫറൻസിൻ്റെ ഭാഗമായി 3-ാം ദിനത്തിൽ ഹോങ്കോങ് പോളിടെക്നിക് സംഘടിപ്പിച്ച ജോക്കി ക്ലബ് സ്മാർട്ട് ഏജിംഗ് ഹബ്ബ് സന്ദർശനമായിരുന്നു. രാവിലെ 9:30 തന്നെ ഞങ്ങൾ ഹബ്ബിലെത്തി. Including the president of AUTA, Professor Pilas. Where are you? Here. And also his wife. And we have Mr. Peter Liu. And also our visiting guest here from India. So give a big hand and welcome everybody. And today we have the opportunity to visit here to experience smart age, smart life. പോസിറ്റീവ് ഏജിങ്ങിന് പ്രോത്സാഹനം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഹോങ്കോങ് ജോക്കി ക്ലബ് സ്മാർട്ട് ഏജിംഗ് ഹബ്. നഗരത്തിലെ ആദ്യ സംയുക്ത ഡിമെൻഷ്യ കെയർ മുതിർന്നവർക്കായി പുതിയ സേവനങ്ങൾ അന്വേഷിക്കുന്നതിനും ആവിഷ്കരിക്കുന്നതിനുമായി നിലകൊള്ളുന്നു. പ്രായം കൂടിയ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഒരു ഹബ്ബിൻ്റെ ലക്ഷ്യം. ഇത് മുതിർന്നവരുടെ ആരോഗ്യകരമായ ജീവിതം നീട്ടുകയും പരിചരണത്തിനുള്ള ആവശ്യം വൈകിപ്പിക്കുകയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. 2015 ജോക്കി ക്ലബ് എൻഡ് ഓഫ് ലൈഫ് കമ്മ്യൂണിറ്റി കെയർ പ്രോജക്റ്റ് എന്നൊരു ട്രസ്റ്റ് ആരംഭിച്ചു. ജീവിതത്തിൻ്റെ അവസാന സംരക്ഷണത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുക, മരിക്കാനുള്ള അവസ്ഥയിലുള്ള രോഗികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഉല്ലാസം വർദ്ധിപ്പിക്കുക, സമൂഹത്തിലൊരു അവബോധം ഉയർത്തുക എന്നിവയാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. മുതിർന്നവർക്കായുള്ള ശാരീരിക മാനസിക വ്യായാമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നിരവധി ഗെയിമുകൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ കളിച്ചു. You won't fall down easily. We also know some. Loneliness feel ചെയ്യത്തില്ല, എന്താ തൊട്ടുകൊണ്ടിരിക്കും. Easy to grow there. No, I mean, just the pet. No, we don't have to. I mean, if we have a cat or a dog, you know, then we have to feed. This easy. എൻ്റെ കാറിൽ ഞാൻ ഇങ്ങനെ ഒരു കാറ്റ് മേടിച്ചു വെച്ചിട്ടുണ്ട്. പ്രായമായവർക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ, അതുപോലെ പ്രായമായവരെ ഹാൻഡിൽ ചെയ്യാൻ തക്ക എളുപ്പത്തിലുള്ള പല ഉപകരണങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ മോണിറ്ററിൽ കാണാമായിരുന്നു. ഇരിക്കാനൊക്കെ നല്ലതാണല്ലേ. പാർക്കിൻസൺസ് രോഗം മൂലം നടക്കാൻ ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് ഉപയോഗിക്കാൻ തക്ക വിധത്തിലുള്ള വാക്കിംഗ് സ്റ്റിക്ക്, അതിൻ്റെ പ്രവർത്തനമൊക്കെ അവിടെ വിശദീകരിച്ചു തന്നു. ഉച്ചയ്ക്ക് 1 മണിവരെ മുതിർന്നവർക്കായുള്ള ജെറൻ ടെക്നോളജി പ്രോഡക്റ്റ് ഒക്കെ പരിചയപ്പെട്ട ഞങ്ങൾ തിരിച്ച് ഇന്നത്തെ സ്മാർട്ട് ഏജിംഗ് ഹബ്ബിലേക്ക് ഒരു യാത്ര സംഘടിപ്പിച്ച ദ ഹോങ്കോങ് പോളിടെക്നിക് യൂണിവേഴ്സിറ്റി അംഗങ്ങളോടൊപ്പം തന്നെ അഞ്ചപ്പാർ ചെട്ടിനാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് ഉച്ചഭക്ഷണത്തിനായിട്ട് കയറി. ഭക്ഷണശേഷം ഹോങ്കോങ് യൂണിവേഴ്സിറ്റി അംഗങ്ങളോട് ബൈ പറഞ്ഞ് ഹോങ്കോങ് സിറ്റി ടൂറിനായിട്ട് പോകാനായിട്ട് എല്ലാവരും ആവേശഭരിതരായി. ഞങ്ങളുടെ ഗൈഡ് പീറ്റർ ആവശ്യമുള്ള ഗൈഡൻസൊക്കെ തന്നു. 1973 ജൂലൈ 20 32-ാം വയസ്സിൽ അന്തരിച്ച ആയോധന കലാകാരൻ ബ്രൂസ്ലിയുടെ വെങ്കല സ്മാരക പ്രതിമ സ്ഥാപിച്ച അവന്യൂ ഓഫ് സ്റ്റാർസിലേക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോയത്. അവന്യൂ ഓഫ് സ്റ്റാർസിൻ്റെ പ്രവേശന കവാടത്തിൽ ഹോങ്കോങ് ഫിലിം അവാർഡിൻ്റെ മനുഷ്യ വലിപ്പത്തിലുള്ള ബ്രൂസ്ലി പ്രതിമ നമ്മളെ സ്വാഗതം ചെയ്യും. ബ്രൂസ്ലിയുടെയും പ്രാദേശിക വനിത മുയിം ഫോങ്ങിൻ്റെയും പ്രതിമകൾ മനോഹരമായ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു അപ്രതീക്ഷിത ഫോട്ടോ സെഷന് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സ്ഥലം തന്നെയാണ്. എല്ലാവരും അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്നും ഞങ്ങൾ ഹോങ്കോങ് ദ്വീപിലെ പീക്ക് ടവറിലേക്കാണ് പോയത്. ഒരു ടണൽ വഴിയൊക്കെയാണ് അങ്ങോട്ട് പോയത്. പീക്ക് ടവറിൽ സ്ഥിതി ചെയ്യുന്ന മെഴുകി മ്യൂസിയമായ മാഡം ടുസാഡ്സ് ഹോങ്കോങ് കാണാനായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഈ മ്യൂസിയം പീക്ക് ടവറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹോങ്കോങ് ദ്വീപിലെ വിക്ടോറിയ കൊടുമുടിയുടെ സമീപം വിക്ടോറിയ ഗ്യാപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സാണ് പീക്ക് ടവർ. ഫ്യൂണിക്കുലാർ റെയിൽവേയായ പീക്ക് ട്രാമിൻ്റെ ഉള്ളിലൂടെ വേണം നമുക്ക് ആ മുകളിലേക്ക് എത്താനായിട്ട്. ഈയൊരു പീക്ക് ടവർ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 428 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ട്രെയിനിലേക്ക് കയറി. നല്ലൊരു അനുഭവമായിരുന്നു മുകളിലേക്കുള്ള പീക്ക് ടവറിലേക്കുള്ള ഒരു സഞ്ചാരം. 1888 നിർമ്മിതമായ ഈ ഒരു പീക്ക് ട്രാം വർഷങ്ങൾ കഴിയുന്തോറും ഒരുപാട് ഡെവലപ്മെൻറ്റ്സിന് വിധേയമായി ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്തോറും നമുക്ക് നല്ലൊരു അനുഭവമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. ഹോങ്കോങ്ങിലെ തുറമുഖത്തിൻ്റെയും അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെയും നല്ല കാഴ്ചകളാണ് ഈ ഒരു ട്രാമിലിരുന്നാൽ നമുക്ക്
കാണാൻ സാധിക്കുന്നത്. ട്രാം യാത്ര ആസ്വദിച്ച ഞങ്ങളങ്ങനെ ഏറ്റവും മുകളിലെ മാഡം തുസാഡ്സ് മെഴുക് മ്യൂസിയത്തിലേക്ക് എത്തി. 2000 ദ പീക്കിൽ മാഡം തുസാഡ്സ് ഹോങ്കോങ് തുറന്നു. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട വ്യക്തികളെയും പ്രമുഖ ഹോങ്കോങ് സെലിബ്രിറ്റികളെയും പ്രതിനിധീകരിക്കുന്ന മെഴുക് രൂപങ്ങളുടെ ഗണ്യമായ ശേഖരം ഇതിൽ ഉൾപ്പെടുന്നു. ഏകദേശം 100ഓളം മെഴുക് പ്രതിമകളൊക്കെ ആസ്വദിച്ച് വീണ്ടും ഞങ്ങൾ ഏറ്റവും മുകളിലേക്ക് തന്നെ പോയി. ടവറിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ ഹോങ്കോങ്ങിൻ്റെ മനോഹാരിത, കെട്ടിടങ്ങളുടെ മനോഹാരിത ആസ്വദിച്ചു. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരങ്ങളിലൊന്നായ ഹോങ്കോങ് ആളുകൾ, ഭക്ഷണം, പ്രവർത്തനങ്ങൾ, ചരിത്രം എന്നിവയാൽ നിറഞ്ഞു നിൽക്കുന്ന ഊർജ്ജസ്വലവും ഉയരമുള്ളതും വൈവിധ്യമാർന്നതുമായ ഈ ഒരു വലിയ നഗരത്തെ ഇങ്ങനെ പീക്കിൽ നിന്നുകൊണ്ട് കാണുക എന്നത് തന്നെ വളരെ രസമുള്ള ഒരു അനുഭവമായിരുന്നു.